ബിസ്മില്ലാ. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും കാലിക്കറ്റ് ഫ്ലേവേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ലൊരു ലഡു ആണ് ഉണ്ടാക്കുന്നത്. വെറും ലഡു അല്ല, നല്ല പ്രോട്ടീനും ഫൈബറൊക്കെ ഉള്ള, എന്നാൽ അധികം കാലറി ഒന്നും ഇല്ലാത്ത നല്ല മധുരമുള്ള ലഡു. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവുന്ന നല്ലൊരു ഹെൽത്തി സ്നാക്ക് എന്നും പറയാം. നമ്മളിതിൽ പഞ്ചസാര ശർക്കര ഒന്നും ചേർക്കണില്ല. അതുകൊണ്ട് തന്നെ വെയിറ്റ് ലോസ് ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു ലഡു ആണ്. രണ്ടെണ്ണം കഴിച്ചാൽ തന്നെ നമുക്ക് വയറ് ഫുള്ളായിട്ടുള്ളൊരു ഹെവി ഫീൽ കിട്ടും. അപ്പോൾ നിങ്ങൾക്കിത് തീർച്ചയായിട്ടും ഇഷ്ടമാവുമെന്ന് വിചാരിക്കണം. എന്നാൽ പിന്നെ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ആദ്യം തന്നെ നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് പാൻ ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് ഓട്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5-10 മിനിറ്റ് നന്നായിട്ട് അങ്ങോട്ട് വറുത്തെടുക്കാം. അപ്പോൾ നമ്മളിതാ ഓട്സൊക്കെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഓട്സൊക്കെ ഇതാ ഇങ്ങനെ ക്രിസ്പായി വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് കളർ മാറിയിട്ടുണ്ട്. ചെറുതായിട്ടൊരു മൂത്ത സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്കിത് പാത്രത്തിൽ നിന്നും മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ട നട്ട്സൊക്കെ റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാൻ ആദ്യം തന്നെ അതൊരു 1/3 കപ്പ് ബദാം എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ബദാമൊക്കെ ഒന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട്. 2-3 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതും ഒരു പാത്രത്തിലേക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഇതാ എൻ്റെ കയ്യിൽ കുറച്ച് കടല ഉണ്ട്. ഇത് ഞാൻ ഓൾറെഡി റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊരു 1/3 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതും കൂടെ ഒന്ന് ചെറുതായിട്ട് അങ്ങോട്ട് ചൂടാക്കി എടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾ വറുക്കാത്ത കടലാണ് എടുത്തതെങ്കിൽ കുറച്ചധികം സമയം ഒന്ന് വറുത്തെടുക്കേണ്ടി വരും കേട്ടോ. ഇതിപ്പോൾ ഓൾറെഡി ഞാൻ വറുത്തെടുത്തതായതുകൊണ്ട് കുറച്ച് നേരം ഒന്ന് ചൂടാക്കി എടുക്കണുള്ളൂ. നമുക്കിവിടെ സാധാരണ വറുക്കാത്ത കടലാണ് പാക്കറ്റിൽ കിട്ടുക. അപ്പോൾ ഞാനത് വാങ്ങിയാൽ ഉപ്പിട്ട് വറുത്തിട്ട് എടുത്ത് വെക്കലാണ്. അപ്പോൾ അതാ നമ്മൾ കടലയും ഒന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇതും കൂടെ ഞാൻ ഒരു പാത്രത്തിലേക്ക് അങ്ങോട്ട് മാറ്റാണ്. ഇനി ഇതാ കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഒരു 1/3 കപ്പ്. ഇതും കൂടെ നമുക്ക് അങ്ങോട്ട് ചൂടാക്കി എടുക്കാം. അപ്പോൾ നമ്മളിത് കാഷ്യൂവും ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതും നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതാ കുറച്ച് തേങ്ങയും കൂടെ വറുത്തെടുക്കുകയാണ്. ഇതിപ്പോൾ ഒരു 1/3 കപ്പ് ചിരകി എടുത്തിട്ടുള്ള തേങ്ങ ഉണ്ട്. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇതിൻ്റെ കളറൊന്നും മാറ്റിയെടുക്കരുത്. തേങ്ങയിലുള്ള വെള്ളം ഒന്ന് വറ്റി കിട്ടിയാൽ മതി. ഇനി തേങ്ങ ചേർക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. തേങ്ങ ചേർത്തിട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ഇതിന് പകരം വേണമെങ്കിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ടും ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇതാ നമ്മൾ തേങ്ങയും വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വറുക്കുന്ന പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് നമുക്ക് പൊടിച്ചെടുക്കാം. ആദ്യം തന്നെ നമ്മൾ വറുത്തെടുത്തിട്ടുള്ള നമ്മൾ ഓട്സ് ഉണ്ടല്ലോ, അതൊന്നും അങ്ങോട്ട് ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ നമ്മൾ ഓട്സ് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല പൗഡറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ വറുത്തെടുത്തിട്ടുള്ള നട്ട്സും കൂടെ ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള നട്ട്സൊക്കെയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ വേറെ എന്തെങ്കിലും നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഫ്ലാക്സ് സീഡോ സൺഫ്ലവർ സീഡോ പംകിൻ സീഡൊക്കെ ഉണ്ടെങ്കിൽ അതും ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുത്തിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതാ നട്ട്സൊക്കെ ഒന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് ഇങ്ങനെ കടിക്കാൻ കിട്ടുന്ന രീതിയിലാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നല്ല ഫൈനായിട്ട് പൊടിക്കാനാണ് താല്പര്യം, കടിക്കുന്നത് ഇഷ്ടമില്ല എന്നാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇനി ഇതാ ഞാനൊരു കപ്പ് ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. കുരു കളഞ്ഞെടുത്തതിന് ശേഷമാണ് 1 കപ്പ്. അപ്പോൾ ഇതും കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കണം. നല്ലോണം നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് അങ്ങോട്ട് അരച്ചെടുക്കാം. ഇനി കിസ്മിസൊക്കെ ചേർക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് അരച്ചെടുത്താൽ മതി. അങ്ങനെ നമ്മളിത് ഡേറ്റ്സും കൂടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്ന പരിപാടിയേ ഉള്ളൂ. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം കൂടെ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള ഓട്സിൻ്റെ പൊടി ഉണ്ടല്ലോ, അതും പിന്നെ വറുത്തെടുത്തിട്ടുള്ള തേങ്ങയും കൂടെ ഇതാ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ്. കുറച്ചായിട്ട് ചേർത്തിട്ട് അടിച്ചെടുക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് ശ്രദ്ധിച്ചിട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മളിത് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഇങ്ങനെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നട്ട്സൊക്കെ നല്ലോണം ഫൈനായിട്ട് പൊടിയുന്നതാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ അതും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. പക്ഷേ കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ. ഇത് നമ്മൾ അടിച്ചെടുക്കുമ്പോൾ ഇതെല്ലാം കൂടെ അങ്ങോട്ട് കട്ട പിടിച്ച് കിടക്കും. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യണം. ഇനി ഇതാ നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള നട്ട്സും കൂടെ ഇതിലേക്ക് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളിതാ പൊടിച്ചെടുത്തിട്ടുള്ള നട്ട്സും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് വല്ലാതെ ഡ്രൈ ആയിട്ട് തോന്നുകയാണ്, ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ ഡേറ്റ്സ് എടുത്തിട്ട് അരച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ കുറച്ച് ഹണി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി. പക്ഷേ നമ്മൾ ഈ ഒരു കണക്കിലെടുത്താൽ കറക്റ്റാണ്. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ച് വ്യത്യാസം വരാം.
ഇതിപ്പോൾ കറക്റ്റ് മധുരവുമാണ്. 1 കപ്പ് ഓട്സിന് 1 കപ്പ് ഡേറ്റ്സും പിന്നെ 1 കപ്പ് നട്ട്സും. ഇനി നമുക്കിതെങ്ങനെ തന്നെ ഉണ്ടാക്കിയിട്ടെടുക്കാം. നമ്മൾ കയ്യിൽ കുറച്ച് നെയ്യ് തേച്ച് കൊടുത്തിട്ട് ഒന്ന് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ കാണാൻ കുറച്ചും കൂടെ ഭംഗിയുണ്ടാവും. പുറമേ നല്ലൊരു ഗ്ലേസിങ്ങും കിട്ടും, നല്ലൊരു ഫ്ലേവറും ഉണ്ടാവും. ഞാനിപ്പം 1 ടീസ്പൂണ് നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ്. നെയ്യ് ചേർത്ത് കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. നെയ്യിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് നെയ്യ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ ഉണ്ടാക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. നമ്മളെ നല്ല ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്കിതിൽ വെളുത്ത കസ്കസോ അല്ലെങ്കിൽ എള്ളൊക്കെ ചേർക്കണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ അറിയിക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.